KPCCയുടെ പുതിയ അധ്യക്ഷനായ സണ്ണി ജോസഫ് സ്ഥാനം ഏറ്റെടുത്ത മുതൽ തന്നെ പലതരത്തിലുള്ള താരതമ്യപ്പെടുത്തൽ ഒരുപാട് അദ്ദേഹം നേരിടുകയാണ് ഉണ്ടായത്. സുധാകരന്റെ അത്ര പോരാ, ആ രീതിയിലൊക്കെ വിമർശനം വന്നിരുന്നു. മുൻകാല KPCC അധ്യക്ഷന്മാരെ പോലെയെങ്കിലും ആ ലെവലിലെങ്കിലും സണ്ണി ജോസഫ് എത്തുമോ? ഒന്നാമത്തെ കാര്യം, അദ്ദേഹം കണ്ണൂരിൽ തന്നെ ജില്ലാ പ്രസിഡന്റ് ആയത് സുധാകരന്റെ പിൻഗാമിയായിട്ടാണ്. ഒരുപക്ഷെ സുധാകരൻ കൃത്യമായി പറയുന്നത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും പേരാവൂർ MLA കൂടിയായിട്ടുള്ള സണ്ണി ജോസഫ് എന്നതാണ്. എന്നാൽ KPCC നേതൃത്വം വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യം പത്രസമ്മേളനത്തിൽ അദ്ദേഹം എടുത്തു തന്നെ പറഞ്ഞു. ഒരു MPമാരും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാം എന്ന് വ്യാമോഹിക്കേണ്ട. ഷാഫി പറമ്പിലിനെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും MPമാർക്കോ പ്രത്യേകമായ ഇളവ് കാണില്ല എന്നൊരു സൂചന കൂടിയാണ് വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, പവർ പൊളിറ്റിക്സ് എന്ന രീതിയിൽ കോൺഗ്രസിൽ ചില നേതാക്കൾ പ്രത്യേകമായി അമിത പ്രാധാന്യം നേടിയെടുക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഉൾപ്പെടെ നടത്തിയെടുത്ത് അവർക്ക് കൂടുതൽ വെയിറ്റേജ് ഉണ്ട് പാർട്ടിക്കുള്ളിൽ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതായി പല കോണുകളിൽ നിന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഇപ്പോഴത്തെ വിഷയം അത് കൃത്യമായും പാർട്ടിപരമായി തന്നെ പരിശോധിക്കുകയാണ്. കാരണം കോൺഗ്രസ് പ്രസ്ഥാനത്തെ ആക്രമിക്കാനാണ് CPIM ശ്രമിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കാൻ ദേശാഭിമാനിയും കൈരളിയും റിപ്പോർട്ടർ ചാനലും ഒന്നും ഇന്നോ ഇന്നലെയോ അല്ല. അദ്ദേഹം ചാനൽ ചർച്ചകളിലൂടെ ഉയർന്നു വരുന്നു, മുഖ്യധാരാ മാധ്യമങ്ങളിലേക്ക് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ സത്യന്തികാടിൻ്റെ പഴയ സിനിമയായ സന്ദേശത്തിൽ പറയുന്നത് പോലെ INSPക്കാരിൽ ചിലർ നല്ല രീതിയിൽ മതിപ്പ് ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്നുണ്ട്. അവരെയൊക്കെ പെണ്ണ് കേസിൽ കൊടുക്കുകയോ അവരെയൊക്കെ എന്തെങ്കിലും ഗർഭക്കേസിൽ ഉൾപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുക എന്നുള്ള വിഷയം ഒക്കെ ഉന്നയിക്കുകയാണ്. ഒന്ന് ആലോചിക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രത്യക്ഷത്തിൽ ഒരാളും പരാതി പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിന് കേരള സംസ്ഥാനത്ത് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ CPIMലല്ലോ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന് കൃത്യമായും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നയം വ്യക്തമാക്കാൻ കഴിയുമല്ലോ. ആഭ്യന്തര വകുപ്പാണല്ലോ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയിൽ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത സാഹചര്യം ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇതൊന്നും കണ്ട് പരുങ്ങുന്ന വ്യക്തിയല്ല. എന്നാൽ സണ്ണി ജോസഫ് വളരെ വ്യക്തമായി പക്വതയോടെ ഈ കാര്യം പ്രതികരിച്ചത്, കോൺഗ്രസ് പ്രസ്ഥാനത്തിലാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേട്ടിട്ടുള്ളത്? BJPയുടെ കർണാടകയിലെ ഏറ്റവും ജനകീയനായ നേതാവ് എന്നവർ വിശ്വസിക്കുന്ന BS യെദ്യൂരപ്പയ്ക്കെതിരെ പോക്സോ കേസ് ഉൾപ്പെടെ വന്നിട്ടില്ലേ? എന്തിനധികം പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസുണ്ട് എന്നൊക്കെ പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിൽ വർത്തമാനം പറയുന്ന അരുൺകുമാർ എന്ന നാട്ടുകാർ വിളിക്കുന്ന മൊട്ടയരുൺ, റിപ്പോർട്ടറിലെ മൊട്ടയരുണിന് എതിരെ പോക്സോ കേസുമായി ബന്ധപ്പെട്ട വിഷയമില്ലേ? ഒപ്പന കളിക്കാൻ വന്ന ഒരു കുട്ടിയുടെ കൂടെ വന്ന മറ്റൊരു പെൺകുട്ടിക്കെതിരെ വന്ന അശ്ലീല ചുവ കലർത്തിയ പരാമർശം അതെല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ രാഷ്ട്രീയപരമായി ഇതിൻ്റെ പേരിൽ കോൺഗ്രസിനെ അങ്ങ് താറടിക്കാം എന്ന് വിചാരിക്കേണ്ട എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ സണ്ണി ജോസഫ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നത്.